നമസ്കാരം. ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് റാഫിയും ഇന്ന് എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം മാറിയുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഒടിയൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ കൂടിയായിട്ടുള്ള കവയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം കവയുടെ മനോഹരമായിട്ടുള്ള സൗന്ദര്യത്തിലൂടെ. ഒരു ചെറിയ കാര്യം കൂടെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടിക്കും. ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള കവയുടെ മനോഹര സൗന്ദര്യത്തിലേക്ക്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന സുന്ദര ഗ്രാമം മലമ്പുഴയുടെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം കവിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പ്രദേശമാണ് കവ. റിസർവോയറിൻ്റെ എതിർവശം വൻമരങ്ങളാലും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ നിബിഡ വനമാണ്. ജീവിതത്തിൽ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരിക്കലെങ്കിലും മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കവ നിങ്ങളെ മാടി വിളിക്കുകയാണ്. മലമ്പുഴ ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് കവയിലേക്ക് പോകേണ്ടത്. സ്നേക്ക് പാർക്കും ഡാമിൻ്റെ ദൃശ്യങ്ങളും റോപ്പ് വേയും എല്ലാം കണ്ട് മലമ്പുഴ റോക്ക് ഗാർഡനും എല്ലാം പിന്നിട്ട് വനത്തിനകത്ത് കൂടിയുള്ള ഈ യാത്ര തന്നെ നിങ്ങളിലെ സഞ്ചാരിയെ സന്തോഷവാനാക്കും എന്ന് തീർച്ചയാണ്. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ. കാൽനടയായി നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന മലനിരകൾ നമ്മെ വിസ്മയിപ്പിക്കും എന്നുറപ്പാണ്. പാലമര ചുവട്ടിൽ പ്രതിഷ്ഠയുള്ള ഒരു കുഞ്ഞു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ കഴിയും. മലമ്പുഴ ഡാമിന് പുറകിൽ കാണുന്ന മലനിരകളുടെ താഴ്വരയിലെ ഗ്രാമം എന്നൊക്കെ നമുക്ക് കവയെ വിശേഷിപ്പിക്കാം. ആനക്കൽ എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഒരു യാത്രയെ സുന്ദരമാക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്കാൾ ഉപരിയായി പോകുന്ന മനോഹരമായ വഴികളും മുന്നിൽ മിന്നിമറിയുന്ന കാഴ്ചകളും ലഭിക്കുന്ന അനുഭവങ്ങളുമാണ് കവയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ലഭിക്കുക. കാടും കാറ്റും ശുദ്ധവായുവും ആസ്വദിച്ചുകൊണ്ടൊരു മനം കുളിർപ്പിക്കുന്ന യാത്ര. കവയിലേക്കുള്ള യാത്രയിൽ നിരവധി മാമ്പഴത്തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും നമുക്ക് കാണാൻ കഴിയും.
വനമേഖലയും ജനവാസ കേന്ദ്രങ്ങളും എല്ലാം കൂടിക്കലർന്ന ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാം. കൂടുതലും കുടിയേറ്റക്കാരായ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. കൂറ്റൻ പാറകൾ പൊട്ടിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പകുതി ആസ്വാദനം പൂർത്തീകരിച്ചു എന്ന് പറയാം. മനോഹരമായ വഴിയിലൂടെയുള്ള സഞ്ചാരം ഞങ്ങൾ തുടരുകയാണ്. ഇത്തരം വെള്ളക്കെട്ടുകൾ ധാരാളം നമുക്ക് കവയിലേക്കുള്ള സഞ്ചാരപാതയിൽ കാണാം. പക്ഷേ എല്ലാം അപകടം നിറഞ്ഞതായതിനാൽ വെള്ളക്കെട്ടിലിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാന റോഡിൽ നിന്നും നിരവധി ഇടവഴികൾ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. കവയുടെ മഹാസൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച പല ഹിഡൻ സ്പോട്ടുകളിലേക്കാണ് ഈ വഴികളെല്ലാം. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അതിലൂടെയൊന്നും നമ്മൾ ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്നില്ല. ഇതാണ് കവയിലെ പ്രധാന ലൊക്കേഷൻ. ഒടിയൻ സിനിമയിൽ കാണിക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന കരിമ്പനകൾ. മലമ്പുഴ റിസർവോയറിലെ വെള്ളത്തിൽ ഒരു ഐലൻഡ് പോലെ തോന്നിക്കുന്ന ഈ പ്രദേശം തന്നെയാണ് കവയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. പടയോട്ടം, മൃഗയ, കന്മദം എന്നീ സിനിമകളുടെയും പ്രധാന ലൊക്കേഷൻ കവ തന്നെയായിരുന്നു. വിശാലമായ പച്ചപ്പും അതിനിടയിൽ തലയുയർത്തി നിൽക്കുന്ന കരിമ്പനകളും മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിലെ വെള്ളവും എല്ലാം കൂടിയാകുമ്പോൾ പാലക്കാടിൻ്റെ ഗവി എന്നുകൂടി വിളിപ്പേരുള്ള കവ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാവുകയാണ്. വളർന്നു നിൽക്കുന്ന ചെറിയ കുറ്റിച്ചെടികൾ കവയുടെ ഹരിതഭംഗി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. വിശാലമായ പച്ചപ്പ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്ന ഇവിടം നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി വന്നു പോകുന്നത്. കരയെ തഴുകിത്തലോടിക്കൊണ്ടിരിക്കുന്ന റിസർവോയറിലെ വെള്ളത്തിൻ്റെ ഓളങ്ങൾ കണ്ട് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇരിക്കാം. ജലാശയത്തിൽ ഇറങ്ങുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പ് ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനായി നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിയാതിരിക്കുക. പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച ഇത്തരം മനോഹര കാഴ്ചകൾ വൃത്തികേടാകാതെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്.
ഇവിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സൂര്യാസ്തമയം കാണാനാണ്. എന്നാൽ മേഘങ്ങളാൽ മൂടിയ ആകാശം ആ ദൃശ്യവിസ്മയം നമുക്ക് സമ്മാനിക്കാൻ മടി കാണിക്കുന്നുണ്ട്. കൂടുതൽ സഞ്ചാരികളും സൂര്യാസ്തമയ സമയത്താണ് ഇവിടേക്ക് വരുന്നത്. എങ്കിലും ഏത് സമയത്തും ഇവിടെ വന്നാൽ കവയുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ്. ഫോട്ടോകൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും ഇവിടെ വരണം. നിരവധിയായ മനോഹര ഫ്രെയിമുകൾ നിങ്ങൾക്കിവിടെ കാണാം. മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കവയോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. ഒന്നുകിൽ കവയെപ്പോലെ സുന്ദരിയായ ഒരു സ്ഥലം, അതല്ലെങ്കിൽ കവയേക്കാൾ മനോഹരമായ ഒരു സ്ഥലം തേടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കവയുടെ സൗന്ദര്യമെല്ലാം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യണം. ഞാൻ ബഷീർ മൂർക്കനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കുടിക്കും. ഇതുപോലെയുള്ള നിരവധിയായ വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.